ഹായ് ഷാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഗോവർദ്ധനധാരിയായിട്ടാണ് നിൽക്കുന്നത്. രക്ഷകനാണ്, സർവരക്ഷകനാണ് ശ്രീ ഗുരുവായൂരപ്പൻ. ഈ ഗോവർദ്ധനം എന്ന ആ ഒരു ഭാവം എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ കാണാൻ. ആ ഗോവർദ്ധനധാരിയുടെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറഞ്ഞുകൊണ്ട് കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്നലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ സമ്മതിക്കുന്നില്ല മകൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിഷമത്തോടു കൂടി ഒരു അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവർക്കൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുമ ചേച്ചിയാണ് പറഞ്ഞിരിക്കുന്നത്. സുമ സുരേഷ് എന്ന ഭക്തയാണ് കേട്ടോ. ഹായ് സവിതക്കുട്ടി മോളെ, യാത്രാ ദിവസങ്ങൾ ഒഴികെ ഞാൻ നാരായണീയം വായിക്കുകയും 12 അതിലധികമോ നമസ്കാരങ്ങളും ചെയ്യുന്നുണ്ട്. നാമജപം മുടക്കുന്നില്ല. പിന്നെ മോളെ, ഇന്നൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. ഒരു വീട്ടിൽ വിളക്ക് കൊളുത്തുവാൻ സമ്മതിക്കുന്നില്ലെന്ന് അവർക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാം. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നാമം ഉറക്കെയോ മനസ്സിലോ ജപിച്ചുകൊണ്ട് പാകം ചെയ്യുക. അത് കഴിക്കാൻ ഇടയാകുന്നവരെല്ലാം ക്രമേണ ഭക്തരായി തീരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അനുഭവമാണ് കുട്ടി എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ കൃഷ്ണാരിമിത്രങ്ങൾ ഓരോരുത്തർക്കും പരസ്പരം സഹായകരമായിട്ടുള്ള ഇത്തരം മെസ്സേജസ് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ ശ്രമിക്കൂ. അപ്പോൾ അത് കഴിക്കാൻ ഇടവരുന്ന ഓരോരുത്തരും ഭക്തരായി തീരും എന്നാണല്ലോ പറയുക. ഇതേമാതിരി തന്നെ ഭക്തരിൽ ഉദ്ധവൻ ഞാനാണ് എന്ന് ഭഗവാൻ സ്വയം പറഞ്ഞിട്ടുണ്ട്. അത്രയും ഭക്തോത്തമനായിട്ടുള്ള ഉദ്ധവര് ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കി ഭക്ഷണം മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ അത്രേ. ഓൾവേസ് അദ്ദേഹം അങ്ങനെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭക്തിയുടെ ഏറ്റവും പാരമ്യതയിൽ നിൽക്കുന്ന ഉദ്ധവര് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ കേട്ടോ. അടുത്തതായിട്ട് ഉഷാ നായർ എന്ന ഭക്തയാണ്. സദാ ഞാൻ ചോദിച്ചിരുന്നു വെഡ്ഡിങ് റിങ് പൂജിക്കാൻ പറ്റുമോ എന്ന്. പിന്നെ ഫെബ്രുവരി 6-ാം തീയതി കാളിയമർദ്ദന കൃഷ്ണനാട്ടം നടത്തുന്നതിന് വേണ്ടി എന്നാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നൊന്ന് പറയാമോ എന്ന്. എന്നാണോ നിങ്ങൾ കൃഷ്ണനാട്ടം കളി നടത്താൻ ഉദ്ദേശിക്കുന്നത് അന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ കൃഷ്ണനാട്ടം കളി കൗണ്ടർ വഴി നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കും. ഇനി ഓൺലൈൻ വഴിയാണെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. കൗണ്ടർ വഴി ഷീട്ടാക്കുമ്പോൾ അന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് വന്നാലും നമുക്കത് ഷീട്ടാക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ജിൻസി പ്രഭി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിശേഷ അവതരണം എല്ലാം സൂപ്പറാണ്. എൻ്റെ അമ്മയ്ക്ക് വല്ലാത്തൊരു വിഷമമാണ്. അനിയന് ഓട്ടോമൊബൈൽ ഷോപ്പാണ് ഉള്ളത്. ഇപ്പോൾ അത് വിൽക്കേണ്ട അവസ്ഥയാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പണിക്കരുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ ബന്ധനമാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വീട്ടിൽ ഭൂമി പ്രശ്നം നടക്കുന്നുണ്ട്. എല്ലാവർക്കും ക്യാഷ് കൊടുക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏത് തരത്തിലുള്ള ബന്ധനങ്ങളോ കൂടോത്രങ്ങളോ എന്തുണ്ടെങ്കിലും മാറാൻ നാരായണ കവചം വളരെ നല്ലതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നാരായണ കവചം ചൊല്ലിക്കോളൂ. അത് ഒരാൾക്ക് വേണ്ടി വേറൊരാൾ ചൊല്ലിയാൽ മതിയോ എന്ന് ചോദിച്ചാൽ മതി. ആർക്ക് വേണമെങ്കിലും ചൊല്ലാം. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഈ ചൊല്ലുന്ന ആളുടെ മനസ്സിലേക്കാണ് നോക്കുക. ഈ ചൊല്ലുന്ന ആള് വിചാരിക്കുകയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സമാധാനം കിട്ടിയാലേ കണ്ടാ എനിക്കും കൂടെ മനസ്സമാധാനം വരുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഗുരുവായൂരപ്പൻ എന്താ ചിന്തിക്കുക? ഇവൾ എൻ്റെയാണ്, ഇവൾക്ക് മനസ്സമാധാനം ഉണ്ടാവാൻ ഞാനല്ലേ നോക്കണ്ടേ എന്നല്ലേ വിചാരിക്കുക? നമ്മുടെ ഉണ്ണികൃഷ്ണനല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടബാധ്യതകളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ പണത്തിന് ബുദ്ധിമുട്ടുകളോ വരികയാണെങ്കിൽ നാരായണനാമം ജപിച്ചാൽ മാറാത്ത ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ നാരായണീയത്തിലെ 87-ാമത്തെ ദശകം ചൊല്ലി നമസ്കരിച്ചോളൂ കേട്ടോ. അത് ഉത്തമമാണ്. അടുത്തതായിട്ട് ശാന്തിനി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. പുസ്തകം കൊണ്ട് തുലാഭാരം ചെയ്യാം എന്ന് പറഞ്ഞല്ലോ, വിദ്യാസംബന്ധമായിട്ടുള്ള ഉയർച്ചയ്ക്ക്. അത് കടയിൽ നിന്ന് നോട്ട്ബുക്ക് വാങ്ങിയാണോ അതോ സബ്ജക്റ്റ് ടെക്സ്റ്റ് ബുക്ക് വേണോ എന്ന് ഒന്നും മനസ്സിലായില്ല, വ്യക്തമായി പറഞ്ഞു തരുമെന്ന്. സബ്ജക്റ്റ് ടെക്സ്റ്റ് ബുക്ക് അല്ല, നോട്ട്ബുക്കാണ് ഉദ്ദേശിച്ചത്. നോട്ട്ബുക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. ഇവിടെ ലഭ്യമായ ദ്രവ്യത്തിൽ ഒന്നാണ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. നോട്ട്ബുക്ക് കൊണ്ട് തുലാഭാരം തൂക്കാം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. കിലോന് 40 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ നമ്മുടെ ശരീരഭാരം എത്രയുണ്ടോ അതിനനുസരിച്ചാണ് നമുക്ക് തുക ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടി വരുന്നത് കേട്ടോ. അടുത്തതായിട്ട് സമാധാനവും സന്തോഷവുമുള്ള ലൈഫ് കിട്ടാൻ എന്താണ് നാരായണീയത്തിൽ ചൊല്ലേണ്ടത് എന്നാണ് സാലി സുമേഷ് എന്നൊരു ഭക്തൻ ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടതെന്ന്.
ഇങ്ങനെ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് കേട്ടോ. വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക തന്നെയാണ് വേണ്ടത്. സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ലഭിക്കാൻ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലെ നാരായണീയത്തിലെ 65 മുതൽ 69 വരെയുള്ള ദശകങ്ങൾ ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ 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 ഉത്തമമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഈ 65 മുതൽ 69 വരെയുള്ള ദശകങ്ങൾ 5 ദശകങ്ങളാണ്. ഇത് രാസക്രീഡ എന്ന ഭഗവാന്റെ അത്ഭുത ലീലയാണ് കേട്ടോ ഈ ഒരു 5 ദശകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 5 ദശകങ്ങൾ നിവർത്തി പറയം പഞ്ചദശകം എന്നാണ് പറയുക. നിവർത്തി പറയം എന്ന് പറയുന്നത് നിവർത്തി ഉണ്ടാക്കി തരുന്ന, നിവർത്തി മാർഗം ഉണ്ടാക്കി തരുന്ന ദശകങ്ങളാണ് കേട്ടോ. നമുക്ക് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്യാനൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് പേരുടെ കോൾ വരുന്നുണ്ട്. ഒരാൾ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് വേറൊരാൾ പറയുക. അപ്പോൾ ജീവിതം ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് തന്നെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് വന്നുകൂടായിക ഇല്ല, വരണം എന്നും ഇല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറാനും ഈ ഒരു 5 ദശകം ചൊല്ലി നമസ്കരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ. ഞങ്ങൾ കൃഷ്ണാരമിത്രങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ. അടുത്തതായിട്ട് ചേച്ചി ഒരു പേര് ശ്രവ്യ രാഗേഷ് എന്നാണ് തോന്നുന്നു. ശ്രവ്യ രാഗേഷ് ചേച്ചി ഒരു ചോദ്യം കഴിഞ്ഞ തവണ വന്നപ്പോൾ ഭഗവാന് തുലാഭാരം നടത്തി, ഇനി മാർച്ചിൽ അഹസ് നടത്തണം. ബട്ട് ഇപ്പോൾ മനസ്സിൽ ആരോ പറയുന്നു ഇനി ഉദയാസ്തമന പൂജയാണ് നടത്തേണ്ടതെന്ന്. തിരക്കിയപ്പോൾ ഒത്തിരി കാശാകും എന്ന് അറിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്താ ഇങ്ങനെ തോന്നുന്നത് എന്ന് ചേച്ചി മറുപടി പറയാമോ? നോക്കൂ, ഉദയാസ്തമന പൂജ ഇപ്പോൾ വീണ്ടും ഷീട്ടാക്കി തുടങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. 2050 വരെയുള്ള ബുക്കിംഗ് അവസാനിച്ചിരിക്കുകയാണ്. 1.5 ലക്ഷം രൂപയാണ് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത്. ഈ വർഷം തന്നെ ബുക്കിംഗ് ആരംഭിക്കുന്നതാണ് കേട്ടോ. 2051 ബുക്കിംഗ് ഈ വർഷം ആരംഭിക്കുന്നതാണ് എൻ്റെ ഒരു മുൻപ് എപ്പോഴും അന്വേഷിച്ചപ്പോഴത്തെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ എന്തായാലും അത്രയും കാലം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു ഉറപ്പുമില്ല. എന്നാലും ഇത് ഷീട്ടാക്കി വെക്കാൻ സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷീട്ടാക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു ഇനി ഉദയാസ്തമന പൂജയാണ് എന്നാണ് പറഞ്ഞതല്ലോ. ഉദയാസ്തമനങ്ങളിലായിട്ട് നടക്കുന്ന ഓരോ പൂജകളുടെയും ഭാഗമാവുക എന്നതാണ് അഹസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഹസ് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ എല്ലാ നിവേദ്യങ്ങളിലും പങ്കാളിയാവുക എന്നുള്ളതാണ്. എല്ലാ പൂജകളിലും എല്ലാ നിവേദ്യങ്ങളിലും നമ്മളുടെ വക ഒരു പാർട്ടിസിപ്പേഷൻ, അതാണ് അഹസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അഹസിന് നമുക്ക് എല്ലാ പ്രസാദങ്ങളും കിട്ടുന്നത്? രാവിലെ നിർമാല്യം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എണ്ണാഭിഷേകമാണ്. അവിടെ നിന്ന് തുടങ്ങി നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. എണ്ണാഭിഷേകം തുടങ്ങി അത്താഴ പൂജയ്ക്ക് ഗുരുവായൂരപ്പന് അവില്, അപ്പം, അട ഒക്കെയാണ് നിവേദ്യ സാധനങ്ങളായിട്ടുള്ളത്. അവിടം വരെയുള്ള എല്ലാത്തിലും നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു അഹസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ എല്ലാ പൂജകളിലും പങ്കാളിയാവുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ മനസ്സിലിരുന്ന ആരും അല്ല പറയണത്, നമ്മുടെ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് പറയണത്. അടുത്തത് എനിക്ക് വേണ്ടത് എല്ലാ പൂജകളിലും പങ്കാളിയാവുക എന്നത് തന്നെയാണ് എന്ന്. ഇത് അഹസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ധൈര്യമായിട്ട് അഹസ് ഷീട്ടാക്കിക്കോളൂ കേട്ടോ. ഉദയാസ്തമന പൂജ ഷീട്ടാക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഉദയാസ്തമന പൂജ ഷീട്ടാക്കാവുന്നതാണ് കേട്ടോ. അതെങ്ങനെ വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അടുത്തതായിട്ട് ഉഷ നായർ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം മോളെ, എൻ്റെ മോൻ നല്ല സ്വഭാവമായിരുന്നു. ഇപ്പോൾ ചില ചീത്ത കൂട്ടുകെട്ടായി ദുശീലം ഉണ്ട്. പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. നാരായണീയത്തിലെ ഏത് അധ്യായമാണ് വായിക്കേണ്ടതെന്ന് പറയൂ പ്ലീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉഷ ചേച്ചി, അതൊരു വലിയ ചോദ്യമാണല്ലേ. നമ്മൾ അമ്മമാർക്ക് എപ്പോഴും നമ്മുടെ കുട്ടികൾ ദുഷിച്ച് പോകുമ്പോൾ നമ്മൾ പറയുക എന്താണെന്നറിയോ, അവന് കൂട്ടുകെട്ട് ശരിയല്ല, അതുകൊണ്ടാണ് ദുഷിച്ചു പോകുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കുഞ്ഞ് ആ ചീത്തതിലേക്ക് പോകാൻ അവൻ്റെ ഉള്ളിൽ വാസന ഉള്ളത് കൊണ്ടാണ് അതിലേക്ക് പോകുന്നത്. നല്ലതിലേക്കുള്ള വാസനയാണ് അവൻ്റെ ഉള്ളിൽ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവൻ നല്ലതിലേക്ക് പോകുള്ളൂ. ചീത്ത കണ്ടാൽ അവന് മനസ്സിലാവും. പക്ഷെ ഉള്ളിൽ എവിടെയോ ആ ഒരു ചീത്ത വാസന അവൻ്റെ ഉള്ളിലുണ്ട്. അവൻ്റെ ഉള്ളിൽ നല്ല കേട്ടോ, ഏത് മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ടാവും. ചീത്തയിലേക്ക് പോകാനാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ഒരു വ്യഗ്രത കാണിക്കുക അല്ലേ.
ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നല്ല വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ അടിയിൽ യൂട്യൂബിൻ്റെ സജഷൻ കൊണ്ടുവരുന്ന ഒരു ബന്ധവുമില്ലാത്ത ചീത്ത വീഡിയോസിലേക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാൻ തോന്നും അതിലെന്താന്ന് തോന്നുന്നൊക്കെ. എനിക്കൊക്കെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഞാൻ നമ്മുടെ കൃഷ്ണാരി മിത്രത്തിൻ്റെ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ താഴെ ക്രൈം ഫയൽസൊക്കെയാണ് വരിക ഫുള്ള്. അപ്പോൾ ഞാനും വിചാരിക്കും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വീഡിയോസ് ആണല്ലോ വരുന്നത്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഓൺ ചെയ്ത് വെക്കും. അപ്പോൾ അതിൽ ഓരോരുത്തരെ കൊലപാതകം ചെയ്തത് എങ്ങനെയാണ്, അതിൻ്റെ വഴി എങ്ങനെയാണ്, അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ഇങ്ങനത്തെയൊക്കെയാണ് വരിക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും മനസ്സിനൊരു സമാധാനവും കിട്ടില്ല ഇതൊന്നും കണ്ട. ഈ മനസ്സിന് സമാധാനം കിട്ടുന്നതിനെ വിട്ടിട്ട് അങ്ങോട്ട് പോകാൻ, അത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു ഒരു എന്താ പറയുക, ഉള്ളിൽ അങ്ങനെ കിടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലേ. പക്ഷേ ഈ ദുശ്ശീലങ്ങളൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളത് പാരൻസായ നമ്മൾക്ക് എന്തായാലും നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇനി ഒരു പരിധി കഴിഞ്ഞാൽ ഇത് ചീത്തയാണ്, ഇത് നല്ലതാണ്, ഇതാണ് എനിക്ക് വേണ്ടത്, ഇതാണ് എനിക്ക് വേണ്ടാത്തത് എന്ന് മനസ്സിലാവുന്ന ഒരു പ്രായം വരെ നമ്മൾ ഉരുകി 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 ഇല്ലാതാവുക തന്നെ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടാൻ നാരായണ കവചം തന്നെയാണ് ഏറ്റവും നല്ലത്. എന്തിനാണ് നാരായണ കവചം ചൊല്ലുന്നതെന്ന് വെച്ചാൽ അതൊരു പ്രൊട്ടക്ഷൻ വലയം തന്നെയാണ്. നാരായണൻ്റെ പ്രൊട്ടക്ഷനിലാണ് ആ കുഞ്ഞ് ഒരിക്കലും നശിച്ചു പോവില്ല. നാരായണനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ എങ്ങനെയാ ആ കുട്ടിക്ക് ഒരു നാശം സംഭവിക്കുക എന്നുള്ളത് ആലോചിക്കൂ. അപ്പം നാരായണ കവചം അമ്മ ചൊല്ലിയാൽ മതി, അമ്മ ചൊല്ലിയാൽ മതി. അമ്മ ചൊല്ലുന്നതാണ് കുഞ്ഞിന് കൂടുതൽ പ്രൊട്ടക്റ്റീവായിട്ട് എഫക്റ്റീവ് ആവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇന്നത്തെ കാലത്തെ അമ്മമാരോട് ഞാനടങ്ങുന്ന എല്ലാ അമ്മമാരോടുമാണ് കേട്ടോ പറയുന്നത്. ഇനി വരാൻ പോകുന്ന തലമുറയാണ് നമുക്ക് ഉള്ള കുഞ്ഞുങ്ങൾ. എൻ്റെ മൂത്ത മകൾക്ക് 12 വയസ്സായിട്ടില്ല, 12 വയസ്സാവുന്നു. 11 വയസ്സും 9 വയസ്സും 8 വയസ്സുമാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രായം. അപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാരാണ് നിങ്ങൾ എങ്കിൽ ഇന്നേ നിങ്ങൾ ശീലിപ്പിക്കൂ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള പ്രഹ്ലാദ് എന്ന ഒരു കുഞ്ഞുണ്ട്. അവൻ 8 വയസ്സാവുന്നേ ഉള്ളൂ കേട്ടോ. ഈ മാസമാണ് പിറന്നാൾ, 8ാമത്തെ പിറന്നാൾ വരുന്നത്. അപ്പോൾ 8 വയസ്സുള്ള ആ കുഞ്ഞ് എല്ലാ ദിവസവും ഉണ്ണികൃഷ്ണനോട് സംസാരിക്കാറുണ്ട്. ആരും പറഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ്റെ അമ്മയുടെ ഇൻഫ്ലുവൻസും അച്ഛൻ്റെ ഇൻഫ്ലുവൻസും ഒക്കെ ഉണ്ട്. പ്രാർത്ഥിക്കൂ, ഇരുന്ന് നാമം ചൊല്ലൂ എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യം വരാറുള്ള കുഞ്ഞ് തന്നെയായിരുന്നു. പക്ഷേ പ്രാർത്ഥിക്കുന്നതിന് പകരം കുഞ്ഞ് ഒരിത്തിരി ദിവസം അല്ലെങ്കിൽ ഒരിത്തിരി നേരം ഇരുന്ന് നമ്മൾ ഉണ്ണികൃഷ്ണനോടൊന്ന് സംസാരിച്ച് നോക്കൂ എന്ന് പറഞ്ഞ അതിൻ പ്രകാരം ആ കുട്ടി കുറേശ്ശെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ പ്രഹ്ലാദിനെ കണ്ട സമയത്ത് പ്രഹ്ലാദിന് ചോക്ലേറ്റ് വേണ്ട, പ്രഹ്ലാദിന് ഐസ്ക്രീം വേണ്ട, പ്രഹ്ലാദിന് മധുരപലഹാരങ്ങളൊന്നും തന്നെ വേണ്ട. പ്രഹ്ലാദിന് ഇഷ്ടം എന്താണെന്നറിയോ? ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്. ഓക്കെ, ചില കുട്ടികളിൽ ജീനിയസ് ആയിട്ട് കാണുന്ന കുട്ടികളിൽ ബുക്ക് വായിക്കാനുള്ള ഇഷ്ടം ഉണ്ടാവും. അതൊന്നുമല്ല. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഉണ്ണികൃഷ്ണൻ, ഒരു വെണ്ണ കൃഷ്ണനെയാണ് പ്രഹ്ലാദന് ആവശ്യം. പ്രഹ്ലാദ ആ വെണ്ണ കൃഷ്ണനിലേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ ഉണ്ണി പ്രഹ്ലാദ ഇത് വേണോ എന്ന് ഞാൻ ചോദിക്കാനിടയായി. അപ്പോൾ പ്രഹ്ലാദിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു വേണ്ട, ഒരുപാട് ഉണ്ണികൃഷ്ണന്മാരുണ്ട്, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവനല്ല, പ്രഹ്ലാദിനെ ഇത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ. 2 കൈ കൊണ്ടും ആ ഉണ്ണികൃഷ്ണനെ പിടിച്ചു കൊണ്ടുപോയി കാണുമ്പോൾ തന്നെ ഒരു കൗതുകം. കണ്ടാൽ നമുക്ക് ഉറപ്പാണ് ആ ഉണ്ണികൃഷ്ണനെ ആ കുട്ടി ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കില്ല. അന്നു മുതൽ പ്രഹ്ലാദൻ്റെ കൂടെയുണ്ട് ആ വെണ്ണകൃഷ്ണൻ. അപ്പോൾ ആ വെണ്ണകൃഷ്ണനോട് സംസാരിക്കാനും പ്രഹ്ലാദൻ തയ്യാറാണ്. ഇത് നമ്മൾ അമ്മമാർക്കുള്ളൊരു മെസ്സേജാണ് കേട്ടോ. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ എപ്പോഴും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ണികൃഷ്ണനെ മാറ്റാൻ ശ്രമിക്കൂ. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? എപ്പോഴും നമ്മുടെ കൂടെ നമുക്ക് റൈറ്റ് ഡിസിഷൻസ് അല്ലാത്ത പലതും നമ്മളുടെ വായിന്നോ അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തിയിൽ നിന്നോ വരാൻ സാധ്യതയുണ്ട്. ഇതിനെ തട്ടിത്തെറിപ്പിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എല്ലാം ഇല്ലാതാക്കാൻ ഗുരുവായൂരപ്പൻ വിചാരിച്ചാലേ സാധിക്കുള്ളൂ. എപ്പോഴും എല്ലാവർക്കും ശരിയായിരിക്കാൻ സാധിക്കില്ല അല്ലേ. ചിലപ്പോൾ ചില തെറ്റുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അമ്മമാരെ ഗുരുവായൂരപ്പൻ്റെ കൂട്ടോടു കൂടിയിട്ടാണ് ആ കുട്ടിയെ വളർത്തുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവൻ നശിച്ചു പോവില്ല. അവനൊരു കുറച്ച് നേരത്തേക്കൊക്കെ ചിലപ്പോൾ ഒരു ദുഷ്ടചിന്തകളിലേക്കോ ദുഷ്ടകൂട്ടുകെട്ടുകളിലേക്കോ പോയാലും അവൻ തിരിച്ചു വരും. വളരെ ഭംഗിയായിട്ട് അവൻ തിരിച്ചു വരും. അവൻ ഒരു തരത്തിലുള്ള കേടുപാടും സംഭവിക്കാതെ തന്നെ തിരിച്ച് നോർമൽ ജീവിതത്തിലേക്ക് വരാൻ സാധ്യമാവും. അതിന് ഉണ്ണികൃഷ്ണൻ വിചാരിച്ചാലേ സാധ്യമാവുള്ളൂ എന്ന ഒരു ബോധം ഉണ്ടാക്കി വളർത്തുക. അപ്പോൾ അങ്ങനെ വളർത്തുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ അതിൽ. കാരണം ഇവൻ ചിലപ്പോൾ ഇവൾ വളർന്നു വലുതാവുമ്പോൾ അമ്മമാരോടോ അല്ലെങ്കിൽ അച്ഛന്മാരോടോ ഒക്കെ കള്ളം പറയാനുള്ള സാധ്യത കൂടുതലാണ്.
അപ്പോൾ നേരം വൈകി വരുമ്പോൾ ഉണ്ണി എങ്ങോട്ട് പോയിട്ടാണ് വന്നത്, അല്ലെങ്കിൽ കുട്ടി എവിടെയായിരുന്നു ഇത്ര നേരം എന്ന് ചോദിക്കുമ്പോൾ ട്യൂഷനിൽ എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു എന്നോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരവരുടെ കൂട്ടുകാരുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യും. പക്ഷെ അവൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടാവും, ഞാൻ എൻ്റെ അമ്മയോട് നുണ പറഞ്ഞു പക്ഷെ ഗുരുവായൂരപ്പനോട് എനിക്ക് നുണ പറയാൻ പറ്റില്ലല്ലോ, ഞാൻ എൻ്റെ അച്ഛനോട് കള്ളം പറഞ്ഞു പക്ഷെ ഗുരുവായൂരപ്പൻ ഇതെല്ലാം കാണുന്നുണ്ടാവുമല്ലോ എന്നൊരു തോന്നലാവും ആ കുട്ടിയുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ അധികകാലം അങ്ങനെ പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത്രയും നമ്മൾ ചെയ്യാനുള്ളൂ. നമ്മൾ ഉണ്ണികൃഷ്ണന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളർത്തുക അവരെ. അല്ലെങ്കിൽ നിന്റെ സഹോദരനാണ്, ഉണ്ണികൃഷ്ണൻ നിന്റെ സഹോദരനാണ്, അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ നിന്നോടൊപ്പം എപ്പോഴും നിന്റെ സന്തോഷത്തിലുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ, നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളർത്തിക്കഴിഞ്ഞാൽ അവരെപ്പോഴും ഉണ്ണികൃഷ്ണനിൽ ഡിപ്പെൻഡഡ് ആയിരിക്കും. ഇങ്ങനെ വളർത്താൻ ഞാനും നിങ്ങളും ഒരുമിച്ച് ശ്രമിക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. എന്തായാലും ഉഷ ചേച്ചി നാരായണ കവചം ചൊല്ലി നമസ്കരിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് അശ്വിൻ കുമാർ എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം സതി ചേച്ചി, ചെറുപയർ പറയിടാൻ ചെറുപയർ നമ്മൾ കൊണ്ടുവരണമോ എന്നാണ് ചോദ്യം. പറവയ്ക്കൽ ഉത്സവകാലത്ത് മാത്രമാണ് കേട്ടോ ഗുരുവായൂരപ്പന്. ഉത്സവത്തിൻ്റെ 9ാം ഉത്സവവും 10ാം ഉത്സവവും 2 ദിവസം മാത്രമാണ് പറവയ്ക്കൽ എന്ന ആ ഒരു വഴിപാടുള്ളത്. പറ വെച്ചാണ് ഭഗവാന്റെ ഗ്രാമപ്രദക്ഷിണത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഭക്തർ ഓരോരുത്തരും ഭഗവാനെ സ്വീകരിക്കാറുള്ളത്. ഇങ്ങനെ പറനിറയ്ക്കാനുള്ള ദ്രവ്യങ്ങളും പറയും ഒക്കെ നമുക്ക് അവിടങ്ങളിലുള്ള ദേവസ്വവുമായി ബന്ധപ്പെട്ടതല്ല ഇത്. അവിടങ്ങളിലുള്ള കടകളിലോ ഒക്കെ പറഞ്ഞേൽപ്പിക്കാം. അതല്ലെങ്കിൽ പറയും ദ്രവ്യവുമായി നമുക്ക് വന്ന സ്ഥലത്തിന് വേണ്ടിയിട്ട്, അവിടെയുള്ള കടകളുടെയൊക്കെ മുമ്പിൽ ആണല്ലോ സ്ഥലം കിട്ടുക. ആരെയോടെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ച് സ്ഥലം നമുക്ക് വാങ്ങിക്കാം. അതെന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുകയാണ് വേണ്ടത് കേട്ടോ. അതല്ലാതെ സ്ഥിരമായിട്ട് ഭഗവാന് പറയിടൽ ചടങ്ങ് നടക്കുന്നില്ല. അടുത്തതായിട്ട് പ്രേമകുമാരി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. മദ്യപാനം മാറി കിട്ടാൻ എന്തെങ്കിലും വഴിപാടുണ്ടോ കുട്ടിയെന്ന്. തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. താമര ഗുരുവായൂരപ്പനെ കൊണ്ടുപോയി സമർപ്പിച്ചോളൂ കേട്ടോ. താമര കൊണ്ടുപോയി സമർപ്പിക്കുന്നത് ഉത്തമമാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷനും ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ തോന്നിയൊരു വഴിപാടാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെളിയിൽ വളരുന്നതാണ് താമര. ഇതുപോലെ ചെളിയിൽ നിന്ന് അതിനെ എടുത്ത് ഗുരുവായൂരപ്പന് സമർപ്പിക്കുമ്പോഴാണ് അതൊരു ഡിവൈനായി മാറുന്നത്. അതേമാതിരി തന്നെ മദ്യപാനകൾ അറിയുന്നില്ല അവരുടെ ആ ഒരു ചളി പുരണ്ട ജീവിതം, അത് ഭഗവാനിൽ സമർപ്പിച്ചാലേ നേരെയാവുള്ളൂ. അപ്പോൾ താമര സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ, അതെല്ലാം മാറി നേരെയായി വരട്ടെ. അടുത്തതായിട്ട് വിവേക് പാർവതി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നിയൊരു സംശയമാണ്, ഗുരുവായൂർ അമ്പലത്തിൽ 4 അമ്പലം ചുറ്റുവിളക്ക് 2 വട്ടം കത്തിക്കുന്നുണ്ടോ? ചോദിക്കാൻ കാരണം 6 മണിയായപ്പോൾ അതായത് ദീപാരാധനയുടെ സമയത്ത് 4 അമ്പലം ചുറ്റും വിളക്ക് കത്തിക്കുന്നത് കണ്ടു. അത് കെടുത്തി വിളക്ക് തുടങ്ങി ഭഗവാന്റെ ഒരു പ്രദക്ഷിണം കഴിഞ്ഞപ്പോഴും 4 അമ്പലം ചുറ്റും വിളക്ക് കത്തിക്കുന്നത് കണ്ടു. എന്താണ് 2 തവണ കത്തിക്കാൻ? 2 വഴിപാടാട്ടോ. 2 വഴിപാട് തന്നെയാണ്. പലകപ്പുറം തെളിയിക്കൽ എന്ന ഒരു വഴിപാടുണ്ടല്ലോ, അതിനാണ് നെയ്വിളക്കിൽ ആ ഭഗവാന്റെ മുമ്പിൽ വിളക്ക് കത്തിക്കുന്നത്. അത് പലകപ്പുറം തെളിയിക്കലിൽ വരുന്നത് ഭഗവാന്റെ അകത്തേക്ക് ആലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ വിളക്കുമാടത്തിൽ വിളക്ക് കത്തിക്കുന്നതിനെയാണ് പലകപ്പുറം തെളിയിക്കൽ എന്ന് പറയുന്നത്. മറ്റേ ചുറ്റുവിളക്കാണ്. ചുറ്റുവിളക്കിന് തെളിയിക്കുന്ന സമയത്താണ് മുഴുവൻ വിളക്കുകളും പ്രദക്ഷിണവും ചുറ്റും വിളക്ക് കത്തിക്കുന്നത് ചുറ്റുവിളക്കിനാണ് കേട്ടോ. ഇനി ചുറ്റുവിളക്ക് തന്നെ അതിഗംഭീരമായിട്ടുണ്ടെങ്കിൽ അത് സന്ധ്യാസമയത്തും കത്തിക്കും, അതുപോലെ തന്നെ രാത്രിയിലും കത്തിക്കും. അതിഗംഭീരമായിട്ട് എന്ന് ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ തുക വ്യത്യാസമുണ്ട്. നമ്മൾ പറയുമ്പോൾ അങ്ങനെ തന്നെ പറയണം, ഗംഭീരമായിട്ട് വേണം. അതേപോലെ തന്നെ കാഴ്ചശിവേലി ചില ദിവസങ്ങളിൽ ചുറ്റുവിളക്കുകാരുടെ വക കാഴ്ചശിവേലി പതിവുണ്ട്, അപൂർവമാണ്. പക്ഷെ അതും ഈ ഒരു ചുറ്റുവിളക്ക് അതിവിപുലമായിട്ട് ആഘോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങളാണ് അങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ. അടുത്തതായിട്ട് എൻ്റെ മോൾക്ക് നടുവേദനയാണ്. കുറച്ച് ദിവസമായി പാർലറിൽ ആണ്. ഹസ്ബൻഡ് മരിച്ചുപോയി. 2 ചെറിയ മക്കളാണ്, പെൺകുട്ടികളാണ്. ജോലി ചെയ്താലേ പറ്റുള്ളൂ. അവിടെ ഉപ്പ് കൊണ്ട് തുലാഭാരം ചെയ്യാമോ? വലിയ തുക ഇപ്പോൾ തരമില്ലാത്തത് കൊണ്ടാണ്. മറുപടി പറയണേ.
ഉപ്പ് കൊണ്ട് തുലാഭാരമുണ്ട്. ഉപ്പ് കൊണ്ട് തുലാഭാരം എന്തിനു വേണ്ടിയാണ് തൂക്കണത് വെച്ചാൽ എന്തിനു വേണ്ടിയും തൂക്കാം. അത് ഭക്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ നടുവേദനയ്ക്ക് ഉപ്പ് കൊണ്ട് തുലാഭാരം തൂക്കാൻ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും വന്ന് തൂക്കേണ്ടതാണ്. 1 കിലോ ഉപ്പിന് 10 രൂപ കണക്കിൽ എത്ര കിലോ ഭാരമാണ് ശരീരഭാരമാണ് ഉള്ളത്? ഇപ്പോൾ 60 കിലോ ശരീരഭാരമുള്ള ഒരാളാണെങ്കിൽ 600 രൂപ അടയ്ക്കേണ്ടി വരും. അങ്ങനെ എത്ര കിലോ ആണ് നിങ്ങളുടെ ശരീരഭാരം ഉള്ളത് എങ്കിൽ അതിനനുസരിച്ച് ഒരു തുക ദേവസ്വത്തിലേക്ക് അടച്ച് ഉപ്പ് കൊണ്ട് തുലാഭാരം എന്ന് പറയേ വേണ്ടൂ കേട്ടോ. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വന്ന് ഷീട്ടാക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഗെയിമിംഗ് വിത്ത് എംപയർ എന്നാണ് കാണുന്നത് ID. പേരറിയില്ല. സവിതമോളെ, ഞാൻ കൊറോണ കാലത്ത് തീർത്ഥം കൊണ്ട് തുലാഭാരം നേർന്നിരുന്നു. ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ മോളെ? വേഗം വന്ന് ചെയ്തോളൂ. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ വേഗം വന്ന് ചെയ്തോളൂ കേട്ടോ. എന്തിനാ അങ്ങനെ മടി വിചാരിക്കണം, അല്ലെങ്കിൽ ദിവസം തള്ളി നീക്കുന്നത്? എല്ലാത്തിനും സമയം കണ്ടെത്താറുണ്ട് നമ്മൾ. ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തിയാലല്ലേ പറ്റുള്ളൂ. ഗുരുവായൂരപ്പനെ വന്ന് കാണാനും സമയം കണ്ടെത്തൂ. ഓടി വന്നോളൂ. അടുത്തതായിട്ട് ദേവിക PS എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഹരേ കൃഷ്ണ ചേച്ചി, ഞാൻ ചെറുപ്പം മുതലേ മുരുകനും ദേവിയും ഭക്തയാണ്. കൃഷ്ണക്ഷേത്രങ്ങളിൽ പോകുമായിരുന്നു എങ്കിലും ഗുരുവായൂരപ്പനോട് കൂടുതൽ എടുത്തത് ഈ അടുത്ത കാലത്താണ്. കൂടുതലായും ചേച്ചിയിലൂടെയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ ആദ്യമായി വരുന്നത് കഴിഞ്ഞ വർഷമാണ്. എൻ്റെ ചേച്ചി എൻ്റെ 25ാമത്തെ വയസ്സിലാണ്. ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ എല്ലാ ദിവസവും നാരായണനാമം ചൊല്ലുന്നത്, നാരായണീയം വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് നന്നായി അല്ലെങ്കിലും 12 ദശകങ്ങൾ വായിക്കാൻ പഠിച്ചിട്ടുണ്ട്. ചേച്ചി പറയുന്ന ഓരോ ശ്ലോകവും എഴുതിയെടുത്ത് പഠിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ നമസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ ഒരു തവണയേ വന്നിട്ടുള്ളൂ എങ്കിലും അവിടെ ഓരോ സ്ഥലവും എനിക്കിപ്പം സുപരിചിതമാണ്. ഇതെല്ലാം ചേച്ചിയിലൂടെയാണ്. ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി. ഞാൻ കൂടുതലും കൃഷ്ണനിലേക്ക് അടുത്തതിന് മുരുകനും ദേവിക്കും പരിഭവമാകുമോ എന്ന് മനസ്സിലൊരു ചോദ്യം ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു തെറ്റുമില്ല. നോക്കൂ, ഇതിന് ഞാൻ എപ്പോഴും ഉദാഹരണം പറയാറുള്ളത്, ഭഗവതിയെ ഭജിച്ചാൽ, ആദിപരാശക്തിയെ ഭജിച്ചാൽ ഭഗവാനെയാണ് കിട്ടുക. അതേപോലെ തന്നെ വില്ലുമംഗലം സ്വാമി പഞ്ചാക്ഷരം കൊണ്ടാണ് ഭഗവാനെ സ്തുതിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പഞ്ചാക്ഷരം ആ ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ച് അനേക കാലം അദ്ദേഹം ജപിച്ച് അവസാനം അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഓടിയെത്തത് നമ്മുടെ ഉണ്ണികൃഷ്ണനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ ഉണ്ണികൃഷ്ണൻ വന്നത്? പഞ്ചാക്ഷരം ജപിച്ചിട്ട് മഹാദേവനല്ലല്ലോ എന്നൊരു പരിഭവം ഒരിക്കലും സ്വാമിയാർ പറഞ്ഞിട്ടില്ല. അതേമാതിരി തന്നെ ഞാൻ അല്ലല്ലോ, അദ്ദേഹമല്ലേ പോവേണ്ടത് എന്ന് ഒരിക്കലും ഭഗവാനും വിചാരിച്ചിട്ടില്ല കേട്ടോ. എല്ലാം ഭഗവാനാണ്. സർവസ്വം ഗുരുവായൂരപ്പനാണ്. ഈ ഗുരുവായൂരപ്പനിലേക്കുള്ള വഴി ഏതുമായിക്കോട്ടെ, ഗുരുവായൂരപ്പൻ നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഗുരുവായൂരപ്പൻ നമ്മളെ അങ്ങോട്ട് എത്തിക്കുക തന്നെ ചെയ്യും കേട്ടോ. ഏറ്റവും വലിയ ഉദാഹരണം മനുവേട്ടൻ തന്നെയാണ്. മനുവേട്ടനും ഞാനും തമ്മിലുള്ള വിവാഹം നടക്കുന്ന സമയത്ത് മനുവേട്ടന് മഹാദേവൻ ഭജനായിരുന്നു ഉണ്ടായിരുന്നത്. ശ്രാവണമാസ ഭജനം എന്ന് പറഞ്ഞ് പ്രത്യേകം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും പഞ്ചാക്ഷരം ചൊല്ലുകയും അതുപോലെ തന്നെ ശിവസഹസ്രനാമം കൊണ്ട് സ്തുതിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. ശ്രാവണമാസ കാലമായി കഴിഞ്ഞാൽ പ്രത്യേക തരത്തിൽ അധിക ജപങ്ങളും അധിക ശ്ലോകങ്ങൾ ചൊല്ലലും മണിക്കൂറുകളോളം മഹാദേവനെ ഭജിക്കലും ഒക്കെയായിരുന്നു ഞാൻ വിവാഹം കഴിഞ്ഞെത്തുന്ന സമയത്ത്. അന്ന് ഗുരുവായൂരപ്പനോട് പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുരുവായൂർ ക്ഷേത്രത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, 1-2 തവണ വന്നിട്ടുണ്ട്, അത്രയൊക്കെ തന്നെ മനുവേട്ടന് പറയാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ, ഗുരുവായൂരപ്പനെ കഴിഞ്ഞുള്ളൂ മനുവേട്ടന് എല്ലാം എന്നതായിട്ടോ. അപ്പോൾ ഏത് വഴിക്കാണ് ഗുരുവായൂരപ്പനിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കും. പക്ഷെ അദ്ദേഹം എത്തിച്ചിരിക്കും, അത് ഉറപ്പാണ് കേട്ടോ. അത് ആരെ ഭജിച്ചാലും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, എല്ലാ ദേവീദേവന്മാരും ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും ഡിയർ വൺസ് ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തൊരാളാട്ടോ, അദ്ദേഹം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് വിചാരിക്കുക. അത് ആര് വേണമെങ്കിലും ആവാം, നമ്മുടെ കുട്ടികളാവാം, അമ്മയാവാം, അച്ഛനാവാം, ഭർത്താവാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ മനസ്സിൽ വിചാരിച്ചോളൂ. എന്നിട്ട് നിങ്ങളെയാണ് എല്ലാ കാര്യത്തിനും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ ആ ഡിയർ വണ്ണിനോട് വളരെയധികം അടുപ്പം കാണിക്കുമ്പോൾ നമുക്ക് സങ്കടമാവുകയാണോ ചെയ്യുക, സന്തോഷമാവുകയാണോ ചെയ്യുക? ഉറപ്പായിട്ടും സന്തോഷമാവുകയല്ലേ ചെയ്യുക. ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഗുരുവായൂരപ്പനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരന്മാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ
ഒരിക്കലും നമ്മൾ മനുഷ്യരെ പോലെ സങ്കുചിതമായ രീതിയിൽ ചിന്തിക്കേ ചെയ്യരുത്. യോഗേശ്വരനാണ് കൃഷ്ണൻ എന്നുള്ളത് കൊണ്ട് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ് മഹാദേവൻ എന്നുള്ളത് അറിയില്ലേ? അതേപോലെ മഹാദേവനെ ഏറ്റവും ആരാധിക്കുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ തന്നെയാണെന്നേ. അപ്പോൾ ഒരിക്കലും അനന്തശായി ആയിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ ആ ഒരു കൈ നോക്കിയാൽ കാണാം, കൂവളത്തിൻ്റെ ഇല ആ ശിവലിംഗത്തിൽ ചാർത്തുന്ന രീതിയിലാണ് അദ്ദേഹം നീട്ടിവെച്ചിരിക്കുന്നത്. അത് പത്മനാഭസ്വാമിയൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നതാണ് കേട്ടോ. എന്നെപ്പോൾ ഓർമ്മിപ്പിച്ചത് മനുവേട്ടനാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർ പരസ്പരം ഭക്തരാണ് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏത് ഈശ്വരനെ ഭജിച്ചാലും യാതൊരു കുഴപ്പമില്ല, നമ്മുടെ ഉണ്ണികൃഷ്ണനെയാണ് അവസാനം കിട്ടുക. നല്ലൊരു ഭക്തനാണ് എന്ന് കണ്ടാൽ അവനെ പതുക്കെ ഗുരുവായൂരപ്പൻ എൻ്റേതാക്കും എന്നുള്ളതാണ് സത്യം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അമ്പരികനൊക്കെ ഇപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും തന്നെ എനിക്ക് പറയാനുള്ള കേട്ടോ. ഇതിനെനിക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പറയാൻ, കുറച്ചൊന്നുമല്ല, കുറേ അധികം ഉദാഹരണങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഞാൻ ഇതിനു മുമ്പും എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മൂകാംബിക ദേവിയുടെ അടുത്ത് പോയിട്ട് ദേവിക്ക് പട്ടും താലിയും ചാർത്തുന്ന ഒരു താലമൊക്കെ പിടിച്ച് ഞാനിങ്ങനെ പോകും. അത് പാറയില കൊടുക്കേണ്ടതൊന്നും അറിയില്ല, എനിക്ക് അവിടുത്തെ ചിട്ടയും സമ്പ്രദായം ഒന്നും അറിയില്ല. ഇങ്ങനെ ഇങ്ങോട്ട് പോയപ്പോൾ ആ തട്ട് ഇങ്ങനെ മേടിച്ചിട്ട് ഗുരുവായൂരുന്നല്ലേ എന്ന് ചോദിക്കാൻ അവിടെ ഒരാളുണ്ടായിരുന്നു. എങ്ങനെയാണ് അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായി? ഇന്നാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ആവാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വിചാരിക്കാം. കുറച്ചൊരു 4 പേരെങ്കിലും എനിക്ക് എന്നെ പരിചയമുള്ള ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. അത് ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്ന കുട്ടിയല്ല കേട്ടോ. എന്നെ എവിടെയും ഉള്ള എൻ്റെ ബന്ധുക്കൾക്ക് എന്നെ അറിയില്ല പിന്നെയാണോ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഗുരുവായൂരുന്നല്ലേ വരൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ തട്ട് വാങ്ങണമെങ്കിൽ ആദ്യ പ്രാവശ്യത്തെയും ഭഗവാനും തമ്മിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലേ. അപ്പോൾ അതേമാതിരി തന്നെ ആ അമ്മ അത്രയും അനുഗ്രഹിച്ച് നോക്കുന്നത് പോലെയാണ് അപ്പം എനിക്ക് തോന്നിയത്. അതേപോലെ അങ്ങനെയൊന്നുമില്ല, ഭഗവതിക്കാണെങ്കിലും ഭഗവാൻ എന്ന് വെച്ചാൽ ഭഗവതിയുടെ എല്ലാമാണെന്നേ. അപ്പോൾ ഭഗവതിക്കാണെങ്കിലും മുരുകനാണെങ്കിലും ഒക്കെ സന്തോഷമാവേ ഉള്ളൂ കുട്ടി ഇങ്ങനെ ഭജിക്കുന്നത് ആലോചിച്ചിട്ട് കേട്ടോ. ഞങ്ങളിലൂടെ ഗുരുവായൂരപ്പനിലേക്ക് എത്തിയില്ലോ എന്നും കൂടി ചിലപ്പോൾ ചിന്തിച്ചു എന്നിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരു ചോദ്യം കൂടി നോക്കിയിട്ട് ഞാനിത് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കണേ. ഇന്ന് 30 ചോദ്യമാണ് കേട്ടോ ഞാൻ എടുത്തു വച്ചിരുന്നത്. 30 ചോദ്യം ഉണ്ട് എടുത്തു വെച്ചത്. പക്ഷെ എനിക്ക് എല്ലാം ഒന്നും വായിക്കാനുള്ളൊരു സമയമില്ല, ഞാൻ ഉദ്ദേശിച്ച ചോദ്യത്തിൽ കാണുന്നില്ല. അപ്പോൾ അത് ഞാൻ അടുത്ത ദിവസത്തിലേക്ക് മാറ്റേണ്ടതായി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ശ്രീജ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അനുഭവമാണ് കേട്ടോ, ഇതൊന്ന് വായിക്കണം എന്ന് എനിക്ക് തോന്നി. എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. സവിത എന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കിടക്കയിൽ നോക്കുമ്പോൾ ഒരു മഞ്ചാടിക്കുരു അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എങ്ങനെ മഞ്ചാടിക്കുരു അവിടെ വന്നു എന്ന് എനിക്കറിയില്ല. തലേ ദിവസം എനിക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കണ്ണനോട് അത് പറഞ്ഞ് രാവിലെ കിടക്കയിൽ നോക്കുമ്പോൾ മഞ്ചാടിക്കുരു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സരിത. ഞാൻ എപ്പോഴും നാരായണനാമം ചൊല്ലാറുണ്ട്. ഞാൻ ഈ ഒരു കാര്യം ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ബാഗിൽ നിന്നോ മറ്റോ മഞ്ചാടി വീണതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അതിനുള്ള സാധ്യതയില്ല, ബാഗിൽ മഞ്ചാടി ഉണ്ടെങ്കിലല്ലേ വീഴുള്ളൂ. ഞാൻ സവിതയോട് ചോദിക്കുന്നത് ഗുരുവായൂരപ്പനോട് ചോദിക്കുന്ന പോലെയാണ് ഒരു മറുപടി പറയണത്. ഇതിനൊക്കെ ഞാൻ എന്താ മറുപടി പറയുക? എനിക്ക് സന്തോഷം കൊണ്ട് ഞാനത് ഇമാജിൻ ചെയ്യായിരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിനെ വലിയൊരു ഭാരവും കൊണ്ട് ഉറങ്ങാൻ കിടന്ന ഒരു ഭക്ത, അല്ലെങ്കിൽ സങ്കടം പറഞ്ഞുകൊണ്ട്, ഉണ്ണികൃഷ്ണൻ എൻ്റെ സങ്കടം ഒന്ന് കേൾക്കണം, എനിക്ക് എത്രയും വിഷമമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭക്ത കിടന്ന് ഉറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്താ ചെയ്തിട്ടുണ്ടാവുക? അടുത്ത് വന്നിരുന്ന ആ നെറ്റിയിലൊക്കെ ഒന്ന് തലോടി, ഒട്ടും പരിഭ്രമിക്കേണ്ട, ഞാൻ കൂടെ തന്നെ ഇല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ അമ്മയുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഭക്തയുമായിട്ട് ഏത് തരത്തിലുള്ള ബന്ധമാണ് ഗുരുവായൂരപ്പന് എന്നറിയില്ല. ഗുരുവായൂരപ്പന് എന്നല്ല, ഗുരുവായൂരപ്പനോട് ആ ഭക്തയ്ക്ക് ഏത് ഭാവമാണ്? ഗുരുവിൻ്റെ സ്ഥാനമാണോ, അച്ഛൻ്റെ സ്ഥാനമാണോ, മകൻ്റെ സ്ഥാനമാണോ, അതോ പ്രിയപ്പെട്ടവൻ്റെ സ്ഥാനമാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ആരാണെങ്കിലും ഗുരുവായൂരപ്പന് അടുത്ത് വന്നിരുന്ന ആ നെറ്റിയിൽ തലോടിക്കൊണ്ട് തലമുടിയിലൊക്കെ ഒന്ന് കൈ ഓടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും, ഒട്ടും വിഷമിക്കേണ്ട എന്നല്ലേ. ഞാനിവിടെ വന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു മഞ്ചാടിക്കുരു അവിടെ വെച്ചിരിക്കുന്നത്.
ഇതൊക്കെ പുറത്തുനിന്ന് കേൾക്കുന്ന ഒരാൾക്ക് വട്ടായിട്ട് തോന്നാം ട്ടോ. പക്ഷേ ഇങ്ങനെ ചില വട്ടുകളിലാണ് നമ്മുടെ ജീവിതം പോകുന്നത്. നമ്മുടെ കൃഷ്ണാര്യമിത്രങ്ങളുടെ ജീവിതം പോകുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല 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 അനുഭവങ്ങളും ഇതുപോലെ പല ആളുകൾക്കും ഉണ്ടായിരിക്കും ല്ലേ. ഗുരുവായൂരപ്പൻ എന്തായാലും വന്നിട്ടുണ്ട്. അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് പിറ്റേ ദിവസം ആ മഞ്ചാടിക്കുരു കയ്യിൽ കിട്ടിയത് എന്ന് ഉറച്ച് വിശ്വസിച്ചോളൂ ട്ടോ. ആ മഞ്ചാടി ഭഗവാൻ തന്നെയാണെന്നേ. ഇത് പറയുമ്പോൾ ഇത്ര ആധികാരികമായിട്ട് ഞാൻ പറയാൻ കാരണം ആചാര്യൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് 24ാമത്തെ ദശകം നാരായണീയം രചിച്ച സമയത്ത് ആ മേൽപ്പത്തൂരിന് തീരെ വയ്യാന്ന് തോന്നി. കാലുവേദന അതികലശലായിട്ട് വന്നു എന്നും വാദം കൂടിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചത് എന്നും. അപ്പോൾ നിന്റെ ഈശ്വരൻ, നിന്റെ ബലം എവിടെയാണ് ചോദിച്ചപ്പോൾ എൻ്റെ ബലം എൻ്റെ ഈശ്വരൻ, എൻ്റെ വിഷ്ണു സർവം ഉണ്ട്. ഈ തൂണിലുണ്ടോ ചോദിച്ചപ്പോൾ തൂണിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുകയാണ് ചെയ്തത് 24ാമത്തെ ദശകത്തിൽ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇങ്ങനെ നിർത്തരുത് കേട്ടോ. ഈ തൂണിലുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ പ്രഹ്ലാദൻ്റെ എന്താ പറയുക, കെട്ടിയിട്ടിരിക്കുന്ന കുട്ടിയാണ് പ്രഹ്ലാദൻ. അപ്പൊ ഇന്ന് മുഴുവൻ ഇനി കെട്ടിൽ നിൽക്കേണ്ടി വരില്ലേ? ആ ഹിരണ്യകശിപുവിന്റെ വാളുകൊണ്ടൊന്ന് വീശിയാൽ പോരെ, ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് ചാടാൻ തയ്യാറായിട്ട് ഞാൻ ഈ തൂണിൽ തന്നെ നിൽക്കുകയല്ലേ എന്നൊക്കെയാണ് അത്ര അദ്ദേഹം മേൽപ്പത്തൂരിനോട് പറഞ്ഞത്. ഏകദേശം ഒരു 3 വയസ്സുകാരൻ ഉണ്ണിയായിട്ടല്ലേ മുമ്പിലിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണെന്ന് വെച്ചാൽ പറയാലോ. അപ്പോൾ മേൽപ്പത്തൂർ പറഞ്ഞു അത്രേ, അവിടെ ഇരുന്നോളൂ, എനിക്കിന്ന് തീരെ വയ്യ, കാലുവേദനയാണെന്ന്. അത്രയധികം അദ്ദേഹത്തിന് വാദം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി എന്നും. പിറ്റേ ദിവസം നിർമ്മാല്യമൊക്കെ കഴിഞ്ഞ് ഒരു 5 മണി ആയ സമയത്ത് പഴയത്ത് മാളിക എന്ന് പറഞ്ഞിട്ട്, പഴയം എന്നൊരു ഇല്ലമുണ്ട് ഇവിടെ, ഓദിക്കൻ ഫാമിലിയാണ്, അവിടെയാണ് താമസിച്ചിരുന്നത് അത്രേ. ഇന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം നിൽക്കുന്ന ഭാഗത്താണ് പഴയത്ത് മാളിക ഉണ്ടായിരുന്നത്. അപ്പം അവിടെയാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്, മേൽപ്പത്തൂർ താമസിച്ചിരുന്നത്. അവിടെ ചെന്ന് മേൽപ്പത്തൂരിൻ്റെ 2 കാലിലും നല്ലോണം ഒന്ന് തലോടി കൊടുത്തു അത്രേ. മേൽപ്പത്തൂർ അങ്ങോട്ട് ഞെട്ടി ഉണർന്ന സമയത്ത് നല്ല കളഭത്തിൻ്റെയും തുളസിമാലയുടെയും മണമാണ് വന്നത്. അദ്ദേഹം നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു വാതരോഗവും ഇല്ല, ഒന്നുമില്ല. നല്ല സുഖമായിട്ട് എഴുന്നേറ്റ് തുള്ളി ചാടാൻ പാകത്തിനായി അദ്ദേഹം എന്നും. അങ്ങനെ അദ്ദേഹം നേരെ ചെന്ന് കുളിച്ച് അകത്ത് കെട്ടും പടിയിൽ നമസ്കരിച്ചിരുന്നു കൊണ്ടാണ് ഇന്ന് കാണുന്ന സ്തംഭേഘട്ടയതോ എന്ന് തുടങ്ങുന്ന നാരായണീയത്തിലെ ദശകം 25 രചിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിന് മാത്രം വേറെ ഒരു എനർജി ലെവലാണ്, ഒരു ഹൈ എനർജി ലെവലാണ് ഈ ഒരു ദശകം ചൊല്ലുന്ന സമയത്ത് നമുക്ക് തോന്നാറുള്ളത്. അത് ഈ ഒരു കാരണം കൊണ്ടാണ് എന്ന് ആചാര്യൻ ഇപ്പോഴും പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ മേൽപ്പത്തൂരിനെ കൂടെ കമ്പയർ ചെയ്യൊന്നും അല്ല കേട്ടോ നമുക്ക് അത്രയൊന്നും എത്താൻ സാധിക്കില്ല. പക്ഷേ മേൽപ്പത്തൂർ എന്ന ഒരു ഭക്തന് വേണ്ടി ഭഗവാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഭഗവാനെ വിളിക്കുന്ന എല്ലായിടത്തേക്കും ഭഗവാൻ ചെല്ലും. ഒരു പ്രഭാഷകൻ പറഞ്ഞിരുന്നു ഒരിക്കൽ, ഭഗവാനെ വിളിക്കുന്നിടത്ത് ഭഗവാനെ എല്ലാവരും അങ്ങോട്ട് ചെന്നാൽ വിളിക്കുക, ഭഗവാനെ ഇങ്ങോട്ട് വന്ന് അനുഗ്രഹിക്കുന്നത് അപൂർവമാണ്. അങ്ങനെയല്ല, ഭഗവാൻ എല്ലായിടത്തേക്കും എത്തും, എല്ലാവരുടെ അടുത്തേക്കും എത്തും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ മുമ്പിൽ എന്താ പറയുക, വിഷമം പറയേ വേണ്ടു, ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടാവുന്നേ, എപ്പോഴും കൂടെ ഉണ്ടാവും. ധൈര്യമായിട്ട് അങ്ങനെ തന്നെ ഉറച്ച് വിശ്വസിച്ചോളൂ. ആ മഞ്ചാടിക്കുരു ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിധിയായിട്ട് സൂക്ഷിച്ചെടുത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. 30 ചോദ്യങ്ങളിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ വിട്ടതിൽ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഇങ്ങനെ ശപിക്കുന്നുണ്ടാവും പല ആൾക്കാരും, എന്താ സൗദ എൻ്റെ ചോദ്യം മാത്രം കാണാത്തതെന്ന്. സമയം നീണ്ടുപോയത് കൊണ്ടാണ്, ക്ഷമിക്കൂ കേട്ടോ. അടുത്ത ദിവസം ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഭവേ.